തിരൂർ വെച്ചിട്ട് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ കമ്മിറ്റി യോഗം അതിൽ പങ്കെടുക്കാനാണ് വന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കടന്ന ഒരു ദിവസമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളേവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിപ്പോയി ആ വെറ്റിനറി കോളേജിൽ ഉണ്ടായ പൂക്കാട് വെറ്റിനറി കോളേജിൽ ഉണ്ടായ സംഭവം. ആൾക്കൂട്ട വിചാരണ, അത് കേരളത്തിലാണ് നടക്കുന്നത്. ആൾക്കൂട്ട വിചാരണ. എനിക്ക് മനസ്സിലാവാത്ത ഇത്രയധികം കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ നോക്കി നിന്നിട്ട് ആരും ഈ തല്ലിക്കൊല്ലുന്നതിൽ ഒന്ന് ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. സമാനമായ സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിപ്പോഴും തുടരുകയാണ്. ഒരു ക്യാമ്പസിൽ ഒരു പഠിക്കുന്ന കുട്ടിയെ തല്ലിക്കൊല്ലുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഇടപെടുക പോലും ചെയ്യാതെ നോക്കി നിന്നു എങ്കിൽ അത് എന്തിനെ ഭയപ്പെട്ടിട്ടാണ്, ആരെ ഭയപ്പെട്ടിട്ടാണ്? ഭയാനകമായ ഒരു സ്ഥിതിയാണ്. കേരളത്തിൽ ഉണ്ടായിക്കൂടാത്ത ഒന്നാണ്. അതും കഴിവുള്ള, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉള്ള ഒരു ക്രൗഡ്, ഒപ്പം പഠിക്കുന്നവർ, ഇങ്ങനെയൊക്കെ കേരളത്തിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മറ്റു പല ഭാഗങ്ങളിലും, ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, വാർത്തകളിൽ വായിക്കാറുണ്ട്. പക്ഷെ കേരളത്തിലുണ്ടാവുക എന്ന് പറഞ്ഞ് ഇത്തരം അപൂർവമായ ഇത്തരം സംഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്. ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷേ ഇത് ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി, അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? അക്രമത്തിലൂടെ ക്യാമ്പസ് കൈയടക്കി വെക്കുക എന്നുള്ള ഈ രീതി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിലയിരുത്തും. ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാലോ. ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവരുടെ സമ്മതിദാന അവകാശമാണ്. ഇത്രയും മൃഗീയവും അപലപനീയവും ഹൃദയഭേദകവുമായ വേദനാജനകമായ ഒരു സംഭവം, അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. ഗവൺമെൻറ്റായി ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏത് ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളായിരിക്കാം, കോളേജ് യൂണിയൻ്റെ ചെയർമാനോ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കാം, ആ പരിഗണന ഒന്നും കാണിക്കാതെ ക്രിമിനൽ കുറ്റം എങ്ങനെ കൈകാര്യം ചെയ്യും അങ്ങനെ കൈകാര്യം ചെയ്ത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള പ്രശ്നം, അവരുടെ മനസാക്ഷി കേട്ട മുറിവ് അല്പമെങ്കിലും ഒന്ന് അവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ ഗവൺമെൻറ്റായി ഉണർന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. നീതി വ്യവസ്ഥ അത് ഉണ്ടാവണം, പരിപാലിക്കപ്പെടണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല, 4 ആളെ പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ പരസ്യമായിട്ടാണ്. അതുപോരാ, പുറത്താക്കി അല്ലെങ്കിൽ അകത്താക്കിയോ എന്നുള്ളതല്ല കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നോ ഇവരെ ജയിലിനകത്താക്കിയോ എന്നുള്ളതാണ് പ്രശ്നം. സംഘടനക്കകത്തോ പുറത്തോ എന്നുള്ളതല്ല. ഇവർ പുറം ലോകത്തേ ഉണ്ടാവാൻ പാടില്ല. അത്ര ഗുരുതരമായ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രധാന പ്രതികൾ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. സർക്കാർ തന്നെയല്ലേ, CPM തന്നെയല്ലേ ഇതിന് പിന്നിൽ?
അല്ല, അതാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം. കാരണം യഥാർത്ഥ പ്രതികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ആളുകളെ മുഴുവൻ ഇതിനകം പോലീസ് പിടിച്ചിട്ടില്ല എന്നാണ് ഇന്ന് പ്രധാന വാർത്ത. അവർ പുറത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാന വാർത്ത. അതുതന്നെയാണ് ഈ കേസ് ഗവൺമെൻറ് ഇതിനർഹിക്കുന്ന ഗൗരവത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യാതെ ഇരിക്കുകയാണോ, അവിടേക്കാണോ പോണത് എന്നുള്ള സംശയമുണ്ട്. അതുണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഉത്തരവാദിത്തപ്പെട്ടവരാണ് അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്ത് കിടക്കുന്നത്. അതെ, പിന്നെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് തന്നെ അങ്ങേയറ്റം അപലപനീയമാണ്. മറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾക്ക് ആ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്ന ഒരു ആക്ഷേപം. അതെ, അത് കേരളത്തിൽ പരക്കെയുള്ള ഒരു ആക്ഷേപമാണ്. പല ക്യാമ്പസുകളിലും മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അങ്ങനെ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെയാണ് സ്വാധീനം നിലനിർത്തുന്നത് എന്ന് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് വളരെ കാലമായിട്ട് ഉള്ള ആരോപണം തന്നെയാണ്. അത് ഇവിടെയും വന്നിരിക്കുകയാണ്. അതിപ്പോൾ ഈ വെറ്റിനറി കോളേജിലും വന്നിരിക്കുകയാണ്. പക്ഷെ അത് അവിടെ നിന്നും വിട്ട് കൊലപാതകത്തിലെത്തിയപ്പോഴാണ് ഇപ്പോൾ ഇത് നമ്മളറിയുന്നത്. ഇത് ഒരു തുടർ പ്രതിഭാസമായി കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഇന്ന് വന്നത്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ പോലീസ് അറസ്റ്റ് UDF ഏറ്റെടുത്ത് പ്രക്ഷോഭരംഗത്ത് സ്വാഭാവികല്ലേ. UDF ഈ കാര്യം വളരെ ഗൗരവത്തിലെടുക്കുമല്ലോ. ഈ സംഭവം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന താങ്കൾ പറഞ്ഞു. ഇതിൽ തന്നെ ഈ അടുത്ത് വന്നാണ് TP കേസിലെ വിധി. അതായത് ഉന്നതമായിട്ടുള്ള പ്രതികളെ കൂടി ഉൾപ്പെടുത്തി അവർ കൂടുതൽ ശിക്ഷ വാങ്ങി വരുന്നു. അപ്പൊ ഈ സംഭവം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമല്ലോ. TP കേസ് വധവും സമാനമായ വെട്ടിക്കൊന്ന ഒരു സംഭവം തന്നെയാണല്ലോ. അത് കോടതി ഇപ്പോൾ അതിലെ പ്രതികളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് കോടതികളിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. 1 by 1 ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ജനങ്ങൾ ഇതൊക്കെ വിധി ചെയ്തൂലേ? അല്ലെങ്കിൽ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഭരണത്തെക്കുറിച്ച് പല പരാതികളും അല്ലെങ്കിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം കൊടും ക്രൂരതകളും കൂടി അരങ്ങേറിയാൽ ജനങ്ങൾ പിന്നെ വിധി എഴുതാതിരിക്കുമോ? TP കേസിലെ ഒരു പ്രതിയെ പ്രകീർത്തിച്ച ആളാണ് വടകരയിലെ സ്ഥാനാർത്ഥി ഫേസ്ബുക്കിലൂടെ പരസ്യമായി. അല്ല, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഞാൻ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോക്കസ് കൊടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് TP കേസ് ഓഫ്കോഴ്സ് അതും കറണ്ട് വിഷയം തന്നെയാണ്. അത് കേരളത്തിലെ മനസാക്ഷി കേറ്റ മുറിവ് തന്നെയാണ്. ഒരു കാലത്തും ഉണങ്ങാത്ത ഏറെ വെട്ടുവെട്ടി കൊന്ന ഒരു സംഭവമാണ്. അതും ആളുകളുടെ ഹൃദയത്തിൽ അതേപോലെ നിൽക്കുക. അത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അതിൻ്റേതായ പ്രതിഫലനങ്ങളുണ്ടാവും. അതെല്ലാം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു കേസ് ആൾക്കൂട്ടം ഒന്നിച്ചുകൂടി വിചാരണ നടത്തി വെട്ടിക്കൊന്നിരിക്കുന്നത്. അതുകൂടി വന്നപ്പോഴാണ് ഇപ്പോൾ ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ എതിരായി വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അക്രമങ്ങളുടെ ഈ വേലിയേറ്റം ഉണ്ടാവുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതിഫലിക്കും. ഞങ്ങൾ ഈ കാര്യങ്ങൾ ജനസംരക്ഷണം കൊണ്ടുവരും, യാതൊരു സംശയവുമില്ല. ലോകായുക്ത ബില്ല് കൂടി ഇപ്പം പാസ്സാകാൻ പോവുകയാണ്, ഗവർണർ ഇതിലേക്ക് വരുന്നു. അപ്പൊ അതെങ്ങനെ ബാധിക്കും? നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എടുത്തൊരു സംഭവമായിരുന്നു. അല്ല, അത് വേറെ കാര്യമാണ്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. ബില്ലുകൾ ഒപ്പിടാത്ത കാര്യം വേറെ, ബില്ലുകളുടെ മെറിറ്റ് വേറെ. അതൊക്കെ ഇനിയിപ്പോൾ മറ്റവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ ഇനി എല്ലാ ചർച്ചയിലേക്കും കൂടി പോകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായിരുന്നു വയനാട്ടിലെ. ഇപ്രാവശ്യം അദ്ദേഹം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസിലേക്ക് UDF പോകാൻ കഴിയും? അല്ല, UDF ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കൂലേ എന്നുള്ള കാര്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധിക്ക് എപ്പോൾ വന്ന് നോമിനേഷൻ കൊടുത്താലും വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു പോകാവുന്ന
തരത്തിൽ മണ്ഡലം ഒരുങ്ങി നിൽക്കും. മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്തുതന്നെയായാലും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായി മെയിൻ പോരാട്ടം നടത്തുന്ന പാർട്ടിയും മുന്നണിയും കോൺഗ്രസ്, അതേപോലെ കോൺഗ്രസിനകത്തുള്ള മുന്നണി അതാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും UDFന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം ഉണ്ടാവും. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അതിൻ്റെ ആവേശം ഉണ്ടാവും എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ UDFന് എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും ഇത്തവണ UDFന് കേരളത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാവും. ഒറ്റ കാര്യം BJP ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗും CPM ചേർന്ന് മലബാറിലെ 4 സീറ്റുകൾ ധാരണയാക്കുകയും ഈ പൊന്നാനിയിലെ സീറ്റ് വെച്ച് മാറ്റം അടക്കം CPMന്റെ താല്പര്യത്തോടെ നടന്നു എന്നാണ് BJP. ഈ അപ്രസക്തമായ കാര്യങ്ങൾ ആരെങ്കിലും ചർച്ചയാക്കാന്നൊക്കെ ഞാനതിൽ പങ്കെടുക്കണമെന്നില്ല. അതും അതേപോലെ അപ്രസക്തമായൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയണ്ട. നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണല്ലോ. ഞങ്ങൾക്ക് അത് അത്ര വലിയ കാര്യമല്ല എന്നുള്ളത്. പിന്നെ നമ്മളത് ചർച്ചയാക്കണം. കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ ചത്ത കുട്ടികളെ ജാതകം നോക്കേണ്ട വല്ല കാര്യമുണ്ട്. കാര്യം ഇന്നിത്ര മതി.